ആദ്യം ശ്രീ ജോർജ് പൊടിപ്പാറ, CPM-ന്റെ പ്രതിനിധി അല്പസമയത്തിനകം നമ്മളോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. CPI-യുടെ പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നറിയുന്നു. ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും ചുരുങ്ങിയ വാക്കുകളിൽ മാത്രമാണ് അവർ വിഷയത്തിൽ പ്രതികരിച്ചത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇടതുമുന്നണി പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ഇത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള വിയോജിപ്പുകൾക്കപ്പുറം മുന്നണിയിൽ ഉണ്ടാകേണ്ടുന്ന സാമാന്യ മര്യാദയുടെ ലംഘനം പോലും ഉണ്ടായിരിക്കുന്നു എന്ന വലിയ മുറിപ്പാടാണ് CPIക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്ന് നേരിട്ട് ചർച്ച നടത്തുമ്പോൾ അത് പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ചർച്ചയിലും ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് നടത്തിയ ചർച്ചയിലും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് വരുമ്പോൾ അതൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന്റെ സൂചനയാണോ? തീർച്ചയായിട്ടും ഇതുവരെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി മന്ത്രിസഭയുടെ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന 2 ടേം എടുത്ത് പരിശോധിച്ചാൽ ഇത്രത്തോളം വലിയൊരു സങ്കീർണമായ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ ഒരു സാഹചര്യം മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പല വിഷയങ്ങളും രാജി ആവശ്യപ്പെട്ടുകൊണ്ട് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ ആദ്യ ടേമിൽ മാറി നിന്നിരുന്നു. ആ ചരിത്രം ഞാൻ ഓർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങേരെ മന്ത്രിയാക്കണോ വേണ്ടേ എന്നുള്ളത് ഒരു വലിയ ഒരു നയപരമായ പ്രശ്നമല്ല. അത് വലിയൊരു പോളിസി മാറ്റർ അല്ല. അതൊരു നിലപാടിന്റെ പ്രശ്നം മാത്രമാണ്. അയാളെ മന്ത്രിയാക്കണോ വേണ്ടേ എന്നുള്ളത് അത് മുന്നണിയെ ബാധിക്കുന്ന, അങ്ങനെ ഗൗരവമായി ബാധിക്കുന്ന നിലപാടുകളെ, നയങ്ങളെ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇത് ഇടതുമുന്നണി എന്ന് പറയുന്ന ആ സുസംഘടിത രൂപം തന്നെ നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന അത്രയും സങ്കീർണമായ, അത്രയും ഗൗരവമുള്ളൊരു വിഷയമാണ്. എന്താണ് ആ വിഷയത്തിന്റെ ഒരു ഗൗരവം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഈ PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് എത്രയോ കാലമായിട്ട് ഇടതുമുന്നണി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും എല്ലാം അതിശക്തമായി എതിർത്തുകൊണ്ടിരുന്നൊരു പദ്ധതിയാണ്. അതായത് വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഈ കാവ്യവൽക്കരണം അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അജണ്ട വിദ്യാഭ്യാസ രംഗത്ത് ഒളിച്ചു കടത്താനുള്ള ഒരു പോളിസിയാണ് അല്ലെങ്കിൽ ഒരു പദ്ധതിയാണ് ഇത് എന്നുള്ള വിലയിരുത്തലാണ്. അത് ശരിയോ തെറ്റോ അത് വേറെ പ്രശ്നം, അതേക്കുറിച്ചുള്ള ചർച്ച വേറെ നടക്കട്ടെ. അതായത് ഇടതുമുന്നണി ഇത്രയും കാലം CPM ആകട്ടെ CPI ആകട്ടെ ഇത്രയും കാലം വിചാരിച്ചിരുന്നതും വിശ്വസിപ്പിച്ചിരുന്നതും അതാണ് കൂടുതൽ അടിവരയിട്ട് പറഞ്ഞാൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത്, ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് ഇതൊരു സംഘി പദ്ധതിയാണ്, അല്ലെങ്കിൽ BJPയുടെ വളരെ ആസൂത്രിതമായ ഒരു പദ്ധതിയാണിത്. ഇത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നതിന്റെ മറവിൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശങ്ങളെ മേൽ, സിലബസിന്മേലൊക്കെ കടന്നു കയറി അവരാഗ്രഹിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതി സ്കൂളുകളിലൂടെ ആവിഷ്കരിക്കാനുള്ള ഒരു ശ്രമം എന്നുള്ളതാണ്. ആ നിലയ്ക്കാണ് ഇതിനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ അവർ അംഗീകരിച്ച പ്രമേയത്തിൽ പോലും പറയുന്നത് എന്താ? ഇത് നടപ്പാക്കാൻ പറ്റില്ല, ഇതിനെ CPM ശക്തമായി എതിർക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ ഫെബ്രുവരി കഴിഞ്ഞിട്ട് എത്ര മാസമായിട്ടുണ്ട്? 5-6 മാസമേ ആയിട്ടുള്ളൂ, അല്ലെ 6-7 മാസമേ ആയിട്ടുള്ളൂ. ആ 7 മാസത്തിനുള്ളിൽ ഈ പദ്ധതി അംഗീകരിച്ച് ഒപ്പിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് CPM എത്തിയിരിക്കുക. അതും CPM-ന്റെ ദേശീയ നേതൃത്വത്തെ പോലും അറിയിക്കാതെ, CPM-ലെ മന്ത്രിമാരെ പോലും അറിയിക്കാതെ, CPM-ന്റെ പാർട്ടി സെക്രട്ടറി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടത്തിയ സന്ദർശനത്തിന് ശേഷം നേരെ വരുന്നു, ഇവിടെ വന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് നിർദ്ദേശം കൊടുക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രി ഉടൻ തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറിയെ അയക്കുന്നു. അവിടെ ചെന്ന് MOU ഒപ്പിടുന്നു. ഇതല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഈ ഒപ്പിട്ട സമയത്ത് പോലെ ഒരു മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ മന്ത്രിമാർ പറയുന്നുണ്ട്, ഈ വിഷയം ചോദിക്കുന്നുണ്ട്, ഇതിലെന്താണ്. അപ്പൊ ഇത് മാറ്റിവെക്കുകയാണ്, ഈ അജണ്ടയെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഒപ്പിട്ട കാര്യം മറച്ചു വെക്കുകയാണ്. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ബിനോയ് വിശ്വം ഉപയോഗിച്ച വാക്ക്, അതായത് മുന്നണിയെ മൊത്തത്തിൽ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട്, അതായത് ഘടകകക്ഷികളെ പൂർണ്ണമായും മന്ത്രിസഭയെയും അതിനകത്ത് മുഖ്യമന്ത്രിയും ഈ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയും ഒഴിച്ചുള്ള ബാക്കി മന്ത്രിസഭാംഗങ്ങളെയും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് എന്ത് മുന്നണി മര്യാദയാണ്? അതുകൊണ്ടാണ് ബിനോയ് വിശ്വം ചോദിച്ചത്, എന്ത് സർക്കാർ, എന്ത് CPI എന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചതുപോലെ ബിനോയ് വിശ്വം സാധാരണ ഇതിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമൊന്നും അല്ല. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം വെച്ച്, അദ്ദേഹം ഉപയോഗിക്കുന്ന ഭാഷ വെച്ച്
അതുപോലെ ഒരു ചോദ്യം അദ്ദേഹം ചോദിക്കാൻ സാധ്യതയില്ലാത്തതാണ്. തീർച്ചയായും എന്ത് സർക്കാർ? തീർച്ചയായും ഇത് ഒരു വലിയ പരിധി ചോദ്യമാണ്. അപ്പോ കടന്നുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമായിരുന്നു അന്ന് ബിനോയ് വിശ്വം നടത്തിയത്. അതിനുശേഷം ഇന്ന് നടത്തിയത്. ഒരു മിനിറ്റ് കൂടി, ഒരൊറ്റ മുഖ്യമന്ത്രിയുമായിട്ടുള്ള മിനിറ്റ് കൂടി. ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് കരുതി. പക്ഷെ അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. പക്ഷെ ഇന്ന് ഒറ്റ മിനിറ്റ് വളരെ കൂടി. മിനിമൽ ആയിട്ടുള്ള വേർഡ്സിൽ തന്റെ അഭിപ്രായം എന്താണ് എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എന്താണ് ഇന്നത്തെ ചർച്ചകളിലെ തീരുമാനം എന്ന് പറയുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. അതിനപ്പുറം ഈ മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നതേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല എന്നത്, അതായത് ഈ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ടു എന്ന് മറ്റുള്ളവർക്ക് ആക്ഷേപിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല എന്നതിനെ നമ്മൾ എങ്ങനെ കാണണം? അപ്പോൾ അനുനയിപ്പിക്കാനോ അനുനയപ്പെടാനുള്ള സാധ്യതകൾ അവിടെ നിലനിർത്തുന്നു എന്നതാണോ? തീർച്ചയായിട്ടും രേണുക, അതിനകത്ത് ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അസാധാരണമായ ചില സംഗതികൾ ഇന്ന് കണ്ടു. അതായത് ഈ വിഷയം വളരെ ഗൗരവമാണ്. CPI പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് പോലെയല്ല, അവർ വളരെ വളരെ സീരിയസ് ആണ്. ഡെഡ് സീരിയസ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അത്രത്തോളം സീരിയസ് ആയിട്ടാണ് അവർ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. അവരുടെ ആത്മാഭിമാനത്തെ, ഒരു പാർട്ടി എന്നുള്ള നിലയിൽ CPIയുടെ അസ്തിത്വത്തെ വല്ലാതെ ചോദ്യം ചെയ്യുന്ന ഒരു തീരുമാനമാണിത്. അത് അവർ പൊറുക്കില്ല, വിട്ടുവീഴ്ചയില്ല. താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ആഴത്തിലുള്ളൊരു മുറിവ് ആ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ ഹൃദയത്തിൽ ഏറ്റിരിക്കുന്നു. അത് CPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് താങ്ങാവുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് ഇത് അങ്ങനെ പഴയ പോലെ എല്ലാം അങ്ങ് പറയും, വലിയേട്ടൻ പറയും, ഇവർ കുറച്ച് എന്തെങ്കിലുമൊക്കെ മുറുമുറുക്കും, അത് കഴിഞ്ഞിട്ട് അതങ്ങ് അടങ്ങിപ്പോകും എന്നുള്ള പതിവ് സങ്കല്പം CPM-ന് ഇന്ന് മാറി എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇന്ന് അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം നടന്ന് മുഖ്യമന്ത്രി ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തി. പിറ്റേന്ന് രാവിലെ തന്നെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ മറ്റുള്ളവരെ പാർട്ടിക്ക് വിശദീകരിക്കുന്നു. അതോടൊപ്പം തന്നെ അതേ യോഗത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ബിനോയ് വിശ്വത്തെ വിളിക്കുന്നു, നമുക്ക് കൂടിക്കാഴ്ച നടത്തണം. അങ്ങനെ ആലപ്പുഴയിൽ 3:30 യോഗം നടക്കുന്നു. അതിനു മുമ്പ് തന്നെ CPIയുടെ സെക്രട്ടേറിയറ്റ് യോഗവും എക്സിക്യൂട്ടീവ് യോഗവും നടക്കുന്നു. അതിലെ തീരുമാനങ്ങൾ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തു. പക്ഷെ അവർ ആ തീരുമാനം പുറത്തു പറഞ്ഞില്ല. പിന്നീട് മുഖ്യമന്ത്രിയായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബിനോയ് വിശ്വം പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അദ്ദേഹം ഹതാശനോ നിരാശനോ എന്ന് വേണ്ടി വിശേഷിപ്പിക്കുക. അദ്ദേഹം പറയുന്നു, ഒരു തീരുമാനം, ഞങ്ങളുടെ പരാതിക്ക് ഒരു പരിഹാരവും ഇതുവരെ ഇല്ല. അത് വിട്ട് അദ്ദേഹത്തിന്റെ മര്യാദ കൊണ്ട് അദ്ദേഹം വേറൊന്നും പറഞ്ഞില്ല. അദ്ദേഹം മന്ത്രിമാര് മാറി നിൽക്കുന്നോ മന്ത്രിസഭാ യോഗത്തെ ബഹിഷ്കരിക്കുന്നോ ഒന്നും പറയുന്നില്ല. കാരണം ഇനി ബുധനാഴ്ച വരെ സമയമുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പറഞ്ഞ് കൂടുതൽ വഷളാക്കണ്ട എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മാന്യത കൊണ്ട്, അദ്ദേഹത്തിന്റെ അന്തസ് കൊണ്ട് പരിധി വിട്ട് വഴി വിട്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. പ്രകോപിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതേ ഇല്ല. മറിച്ച് അദ്ദേഹം വളരെ പാടുപെട്ട് സംയമനം പാലിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതൊരു മുന്നണി മര്യാദയുടെ ഭാഗമാണ്. ആ മുന്നണി മര്യാദ CPM കാണിക്കുന്നില്ലെങ്കിലും CPM കാണിക്കുന്നുണ്ട്. പക്ഷെ ഇക്കുറി മര്യാദ എന്നുള്ളത് ആ മര്യാദ മാത്രമേ പാലിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന വ്യക്തം. മറിച്ച് ആത്മാഭിമാനം പണയപ്പെടുത്താൻ CPI തയ്യാറല്ല എന്ന് നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്.